ഞങ്ങൾ എത്തി വന്ന് നിൽക്കുന്നത് മൂന്നാറാണ്. അതെ, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നക്ഷത്രക്കൂടാരത്തിൽ പാലക്കാട് നേച്ചർ റിസോർട്ടിന്റെ ഫ്രണ്ടിലാണ്. പപ്പ സിനിമയില് നമ്മുടെ ലാലേട്ടൻ ഇട്ട് ഹിറ്റായ ഒരു മാലയുണ്ട്, ശംഖിന്റെ മാല. ഇതാണ് നമ്മുടെ ലാലേട്ടൻ ഇട്ട സിൽവർ. എന്തുകൊണ്ട് 2-3 മാസം മുമ്പ് തന്നെ ആൾക്കാർ ബുക്ക് ചെയ്ത് എന്താണ് ബുക്ക് ചെയ്യുന്നതിനുള്ള രഹസ്യം ഇന്ന് നമ്മള് അറിയാൻ പോവാണ്. ചേച്ചി, ഇതാണ് നമ്മുടെ 3ാമത്തെ കാറ്റഗറിയിലുള്ള മുറി. മഴയുടെ ശബ്ദം കേട്ട് ഉറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ റൂമാണിത്. ബേസ്ഡ് ഒക്കെ ക്ലയന്റ്സ് വരുമ്പോ അവർക്ക് ഇങ്ങനെ ഒരു സൈലന്റ് ഇതായിരിക്കും ഇഷ്ടം അവർക്ക്, ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഒക്കെ. പറക്കാട്ടിന്റെ സ്പെഷ്യൽ ഡ്രാഗൺ ചിക്കൻ. നമുക്ക് ഹെൽപ്പിന് ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ ഒരു ഗസ്റ്റിനെയും കൂടെ അവരുടെ ഫാമിലിയും കൂടെ ഒന്ന് വിളിക്കാം. ഇവരായിരുന്നോ ശീതളും ദിനു? ചേച്ചി, ഇവിടെ പറക്കാട്ടിൽ വേറൊരു ഹൈലൈറ്റ് ഞാൻ കണ്ട എല്ലാ ക്യുസീനും ഇവിടെ അവൈലബിൾ ആണ് അല്ലെ? എന്ത് ചോദിച്ചാലും അല്ലെ? ചൈനീസ് ആണെങ്കിലും ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും ഇവിടെ പറയേണ്ടത് ഇവിടുത്തെ സർവീസ് ആണ്. എല്ലാ സ്റ്റാഫും വളരെ ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് അവർ എപ്പോഴും ഉണ്ട്, ചിരിച്ച്. അതെ, ഞാനും സ്ട്രോങ് ആയിട്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. നമ്മുടെ എല്ലാം ഓക്കെ, എല്ലാം ടു ഓക്കെ. നക്ഷത്രക്കൂടാരം. നക്ഷത്രക്കൂടാരത്തിൽ ഇന്ന് ഞങ്ങൾ എത്തി വന്ന് നിൽക്കുന്നത് മൂന്നാറാണ്. മൂന്നാറിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് നല്ല റിസോർട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ സെർച്ചിലേക്ക് വരുന്ന പല റിസോർട്ടുകളിലും ആദ്യം വരുന്ന പേരുകളിൽ ഒന്ന് തന്നെയാണ് പറക്കാട്, അല്ലെ? അതെ, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നക്ഷത്രക്കൂടാരത്തിൽ പറക്കാട് നേച്ചർ റിസോർട്ടിന്റെ ഫ്രണ്ടിലാണ്. ഇന്ന് ഇവിടെ എത്തി ഈ പറക്കാട്ടിന്റെ വിശേഷങ്ങൾ, ഇവിടെ എത്തി ഇവിടെയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഇവരെന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്, എന്തുകൊണ്ടാണ് എല്ലാവരും എപ്പോഴും മൂന്നാറിൽ ആ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറക്കാട്ടേക്ക് എപ്പോൾ നോക്കിയാലും നമുക്ക് ഇവിടുത്തെ റൂംസ് ഒക്കെ ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ നമുക്കൊന്ന് ഇന്ന് അറിയാൻ പോണു. അപ്പൊ നമുക്ക് പോവാം പറക്കാട് നേച്ചർ റിസോർട്ടിലേക്ക്. വരും. രണ്ടുപേരും വീണ്ടും നല്ല ബ്ലാക്ക് ഒക്കെ ഇട്ട് നോക്കിയാലും ഈശ്വര, ഇവര് രണ്ടുപേരും ഒരേപോലത്തെ കളർന്ന് മാത്രല്ല തിളക്കം. ചേച്ചി പിന്നെ ഓക്കെ ഒരു ലേഡിയാണ്. ചേച്ചി നമ്മൾ എപ്പോ കണ്ടാലും ചേച്ചിയുടെ മുഖം തിളങ്ങി നിൽക്കുന്ന പോലെയാണ് ചേച്ചിയുടെ ഡ്രസ്സും. പക്ഷെ പ്രകാശേട്ടൻ എന്താണ് ഈ എപ്പോഴും തിളങ്ങി ഷർട്ടൊക്കെ തിളങ്ങാൻ വേണ്ടി നിങ്ങളുടെ ഒപ്പം തിളങ്ങാൻ ആണോ? പക്ഷെ ചേട്ടാ, ഈ തിളക്കം ചേട്ടന്റെ ഈ ഒരു ഡ്രസ്സിൽ ചേട്ടൻ ശ്രദ്ധിക്കുന്ന പോലത്തെ തിളക്കമാണ് ചേട്ടൻ തുടങ്ങി വെക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലും. ഇങ്ങനെ തിളങ്ങി തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് തന്നെ നിൽക്കും. അപ്പൊ നമ്മൾ ഇന്ന് തിളങ്ങുന്നു, പിന്നെ നമ്മുടെ റിസോർട്ടും തിളങ്ങുന്നു. അതെ, അപ്പൊ നമ്മൾ ഇന്ന് പറക്കാട് നേച്ചർ റിസോർട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി എപ്പോ നോക്കിയാലും ഏത് സീസണിൽ നോക്കിയാലും മൂന്നാറിലേക്ക് പോകാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ പറക്കാട് റിസോർട്ട് എപ്പോഴും പെട്ടെന്ന് എല്ലാ റൂംസും സോൾഡ് ഔട്ട് ആവും. എപ്പോ നോക്കിയാലും നമുക്ക് റൂം കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ എന്ത് പ്രത്യേകതയാണ് ഈ പറക്കാട് നേച്ചർ റിസോർട്ടിനുള്ളത്? ഇങ്ങനെ എല്ലാരും ആദ്യം കയറി റൂം ബുക്ക് ചെയ്യണത്, അതൊക്കെ നമുക്ക് ഇന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് പ്രത്യേകതയാണ് പറക്കാട്ടിനുള്ളതെന്ന് നമുക്ക് ഇന്ന് കാണാം. എന്താണേലും രമ്യ ഇപ്പൊ കുറെ നാളായില്ലേ വന്നിട്ട്. അതെ, അപ്പൊ നമ്മുടെ ഒഫീഷ്യലി ഒന്ന് സ്വാഗതം ചെയ്യാം. ഓ ആയിക്കോട്ടെ. താങ്ക് യു. അപ്പൊ എന്നെ ഇവര് റിസീവ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ പോവാം അല്ലെ? ഇത്ര രാജകീയമായിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. എങ്ങനെ ഇല്ല, എനിക്ക് എത്ര വർഷമായിട്ട് അറിയാവുന്നതാണ് പ്രകാശേട്ടനെയും ചേച്ചീനെയും. എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 20 years ഒക്കെ ആയിട്ട്. അന്നും ഞാൻ കാണുമ്പോൾ മുതൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് കപ്പിളാണ്. ടച്ച് വടി ഈശ്വര, അതേപോലെ തിളങ്ങി ഇതേപോലെ ഫുൾ ടൈം തിളങ്ങി തന്നെ നിൽക്കട്ടെ. അങ്ങനെ തന്നെ.
അതുപോലെ അതെ, നിങ്ങളുടെ ഒപ്പം പിടിച്ചു നിൽക്കട്ടെ, നിങ്ങളുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ. അല്ല ചേട്ടാ ചോദിക്കട്ടെ, നമ്മുടെ പറക്കാട്ട് ജ്വല്ലറി എന്നുള്ള പേരിൽ നിന്നാണ് നമ്മളൊക്കെ ആദ്യം നമ്മൾ കേൾക്കുന്നത് അല്ലെ? ആ ജ്വല്ലറിയിൽ നമുക്ക് കിട്ടുന്ന ഓരോ പണ്ടങ്ങളായിക്കോട്ടെ, ഓരോ ഇതേപോലെ നമുക്ക് ഐഡിയലൊക്കെ ഒരുപാട് കിട്ടും. അതിനൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഭയങ്കര ഒരു അട്രാക്ഷൻ ആണ്. ഇപ്പൊ ഞങ്ങൾ തന്നെ നമുക്ക് ഫാമിലിയിലൊക്കെ ആർക്കെങ്കിലും അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വരുമ്പോ നമ്മൾ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറക്കാട്ടിൽ വന്നിട്ടാണ്. ചേച്ചിക്ക് അറിയാലോ. താങ്ക് യു. നിങ്ങൾ കുടിക്കുന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും ഒരു പിന്നെ ഗ്ലാസ് മതി, പിന്നെ പിന്നെ മതിയോ? വേണ്ട, താങ്ക് യു. വേണ്ട. അപ്പോ ഭയങ്കര ഒരു ചാമും ഒരു അട്രാക്ഷനുമാണ് നിങ്ങളുടെ എല്ലാ ഐറ്റത്തിനൊക്കെ ഉള്ളത്. നോക്കൂ, ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുമ്പോഴും ഇതും നിങ്ങൾ അതേപോലെ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോ അവിടെ കേറിയപ്പോ തന്നെ കണ്ടു ആ കുടുംബ പേരിട്ട് തന്നെ ആനയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പറക്കാട്ട് പറക്കാട്ട് അമ്പാടി കണ്ണൻ അതെ. ഞങ്ങളുടെ മക്കളുടെ പേരാണ്. അമ്പാടി അമ്പാടിയും കണ്ണനും. ഓ, അതാണ് ആനയ്ക്ക് ആ പേരിട്ടിരിക്കുന്നേ. ആ, ആ. അതേപോലെ ഇവിടെ കേറി വന്നപ്പോ ഇവിടെയൊക്കെ അതെ. അത് ചേട്ടൻ എന്താ ആനകളോട് വല്ല പ്രത്യേക? ഓക്കെ. ഗണപതി ഒരു ഗണപതി വിഗ്രഹമാണ്. നമ്മളെ ഈ 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയാ ഒരു വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിച്ചത് ഗണപതിയുടെ ഒരു വിഗ്രഹമാണോ? അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഒരു ജ്വല്ലറി സെക്ടർ ഉണ്ട്. കേറുമ്പോ അറിയാലോ. നേരത്തെയും രമ്യ കണ്ടിട്ടുണ്ടായിരിക്കും. അതെ, ഞാൻ നേരത്തെ വന്നിട്ടുള്ളപ്പോ വന്ന് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുമുണ്ട്, ഇവിടുന്ന് ഗണപതിയും വാങ്ങിയിട്ടുണ്ട് നേരത്തെ വന്നപ്പം. അതെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കാറിൽ ഇരിക്കുന്ന ഗണപതികളെല്ലാം പറക്കാട്ടുനിന്ന് വാങ്ങിയിരിക്കുന്നതാണ്. അത് വർഷങ്ങളായിട്ട് ചേട്ടാ. നിങ്ങളുടെ ഓരോ വർഷം യെസ്, പുതിയത് ഓരോ ചേച്ചി ചെയ്ത് വെക്കുമല്ലോ. അങ്ങനെ വരുന്ന എക്സ്ക്ലൂസീവ് ഐറ്റമാണ്. ഞാൻ എറണാകുളത്ത് പഠിക്കാൻ വന്നപ്പോ മുതൽ ഞാൻ ഇതുപോലെ കാണുന്നതാണ് ഞങ്ങളുടെ വണ്ടികളിൽ ഉള്ള ഇരിക്കുന്ന ഗണപതി ഫുള്ള്. അപ്പൊ ഇപ്പൊ ഇവിടെ ഈ ഒരു പറക്കാട്ട് റിസോർട്ടിനകത്തും ഇങ്ങനത്തെ ഒരു ജ്വല്ലറി ഷോപ്പ്, ഓർണമെന്റ്സിന്റെ ഷോപ്പ് സാധാരണ റിസോർട്ടുകളിൽ ഒന്നുമില്ല. ഇതിപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ കാരണം നിങ്ങളുടെ തന്നെയാണ് രണ്ട് സ്ഥാപനം അല്ലെ? പക്ഷെ എന്നാലും ഈ ഒരു റിസോർട്ടിനുള്ളിൽ ഇതിനുള്ള ഒരു സ്പേസ് വെക്കണമെന്ന് അതൊരു ഐഡിയ അത് എങ്ങനെയാ? അതായത് ഇതിപ്പോ പുറത്തുനിന്ന് ഗസ്റ്റുകളാണ് അധികം ഉള്ളത്. അതെ. അവർക്കൊരു ഇൻട്രഡക്ഷൻ കൂടിയാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. കാരണം ഇതാണ് നമ്മളുടെ തുടക്കം, ആരംഭം എല്ലാം. ചേട്ടൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ചേട്ടനായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് പറക്കാട് ജ്വല്ലറി. കല്യാണം കഴിഞ്ഞ് ചേച്ചി കുറച്ചു നാളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചേച്ചി കണ്ടും കേട്ടും ഒക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ചേച്ചിയിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു. ഇനി നീ നോക്കിക്കോന്ന് പറഞ്ഞു. ഇപ്പൊ ചേട്ടന് തോന്നുന്നുണ്ടോ ചേട്ടൻ ചെയ്തതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടാണ് ചേച്ചി ചെയ്യുന്നത്? കണ്ടോ, പറക്കാട്ട് ഇപ്പൊ എവിടെയായിട്ട് നിൽക്കുന്നത്? തിളങ്ങി അതൊന്നും അല്ല, ചേട്ടനായിരുന്നു ചെയ്തെങ്കിൽ ഇതിപ്പം നിക്കുന്നത് ഈ ലെവലൊന്നും അല്ല. ഞാനിങ്ങനെ കൊണ്ട് കിടക്കണം, അത്രേ ഉള്ളൂ. പോർത്തിക്കൊണ്ടിരിക്കുക. അതൊന്നും വേണ്ട. ചേട്ടൻ ബിസിയാണോ? ഓക്കെ. ആണോ? ഓ, ഓക്കെ. ശരി പ്രകാശ് ചേട്ടാ, അപ്പൊ നമുക്ക് കാണാം. അപ്പൊ ചേച്ചി കൂടെ ഉണ്ടാവില്ലേ? ഞങ്ങൾക്ക് പറക്കാട്ടിന്റെ ഫുൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ഫുള്ളായിട്ട് രമ്യയുടെ കൂടെ ഉണ്ട്. ഓക്കെ ചേച്ചി, ഒരു ദിവസം മാറ്റി വെച്ചേക്കുക. താങ്ക് യു. യെസ്. അപ്പൊ ശരി ചേട്ടാ, കാണാം കേട്ടോ. ഓക്കെ, കാണാം. അപ്പൊ ശരി ചേച്ചി, നമുക്ക് പറക്കാട് ജ്വല്ലറിയിലേക്ക് തന്നെ കയറാം. ചേച്ചി, ജ്വല്ലറിയിലേക്ക് കയറുന്നതിന് മുമ്പേ ഇതെന്തായത്? ഞാൻ ഇങ്ങനെ ഒരു വിളക്ക് ഇതുവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല. അതും പറക്കാട്ടിന്റെ എക്സ്ക്ലൂസീവ് ആണ്. ആണോ? ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന. ഇത് തേക്കില് ചെയ്തിരിക്കുന്നതാണ്. അതൊരു ഒറ്റ തടിയാണ്. ഒറ്റ തടിയില് അങ്ങനെ ആ ഒരു സ്പൈറൽ ചെയ്തെടുത്തേക്കുന്നതാണ്. സ്പെഷ്യലാണ്, സംതിങ് സ്പെഷ്യൽ. ഓ വാവ്, അത് ഇവിടെ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് സംഭവം. അതെ അതെ. അപ്പൊ ഗോൾഡും വുഡും കൂടെ മിക്സ് ചെയ്തിട്ട്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ഏത് തടിയിലാണെങ്കിലും ചെയ്തു കൊടുക്കും? ഏത് വുഡിലാണെങ്കിലും ചെയ്തു കൊടുക്കും. വാവ്, അത് കണ്ട നല്ലൊരു ഐറ്റം. അതും ഏത് സൈസിലാണെങ്കിലും ചെയ്തു സൈസിലും ചെയ്യാം. ഓക്കെ. ഇത് തേക്കില് ചെയ്തിരിക്കുന്നതാണ്. കണ്ടാ, നമ്മൾ ഇതുവരെ അധികം ഞാൻ കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു വിളക്ക്. അപ്പൊ ഇവിടെ നിന്നും നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. വിസ്മയമായ പറക്കാട് ജ്വല്ലറിയുടെ നമ്മൾ കൊച്ചിയിലെ ഷോറൂം നമ്മൾ പ്രേക്ഷകരെയൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു. നമ്മള് ചെറിയ ഒരു കൗണ്ടർ. അതെ, ഇത് അതിന്റെ അവിടുത്തെ പോലെ തന്നെയുള്ള വേറെ കുറെ നല്ല കളക്ഷൻസ് ഒക്കെ ആയിട്ട്. ചേച്ചി ആക്ച്വലി ഇതൊക്കെ ഇവിടെ ഇപ്പൊ ചേച്ചി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വരുന്ന ആൾക്കാരും ഇത്തരത്തിലുള്ള ജ്വല്ലറി, ഹെവി ജ്വല്ലറിയും കൂടുതൽ വാങ്ങിക്കുവോ? ഹെവിയും വാങ്ങാറുണ്ട്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആൾക്കാരല്ലേ ഇവിടെ വരുന്നത്. ഇപ്പൊ ഫോറിനേഴ്സ് വരും. അപ്പൊ അവർക്കൊക്കെ ചിലപ്പോ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള കാറ്റഗറി ആയിരിക്കും ഇഷ്ടം. പക്ഷെ ഇപ്പം തമിഴ്നാട്, ഹൈദരാബാദ്, അല്ലെ ബാംഗ്ലൂർ, ദില്ലി ഒക്കെ വരുന്ന അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും ഇത്തിരി കൂടെ ഹെവി, നമ്മളുടെ ട്രഡീഷണൽ കേരള ട്രഡീഷണൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ചെട്ടിനാട് കളക്ഷൻ ഉണ്ട്. ചെട്ടിനാട് കളക്ഷൻ ഞാൻ ആ ഒരു കൗണ്ടറിലാണ് വെച്ചിരിക്കുന്നത്. പുറമേ ഒരു പ്രീമിയം ഒരു കൗണ്ടർ ഉണ്ട്.
പിന്നെന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് ഒക്കെ ആണെങ്കിലും വരുമ്പോ ദാ ഇതേപോലുള്ള ഡയമണ്ട് പാറ്റേൺസ് ഓ അങ്ങനത്തെയൊക്കെ എല്ലാം എല്ലാ ലോകത്തിന്റെ എല്ലായിടത്തു നിന്നുള്ള ഓക്കെ. ആളുകൾ വന്നു പോകുന്നതായതുകൊണ്ട് എല്ലാ ഓർണമെന്റ്സും ഏകദേശം ഒക്കെ ഓ ഇവിടെ വെക്കാറുണ്ട്. വെക്കാറുണ്ട്. ഉം. അങ്ങനെ മൂവ് ചെയ്യാറുണ്ട്. ഓക്കെ. മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള ഇതാ ഇവിടെ ഐഡൽസ്, ഐഡൽസ് ഇവിടെ കുറേ ഉണ്ട്. ഗണപതി നന്ദി ഭഗവാൻ, നന്ദി പശു ഗണപതി. യെസ്, ഇതാ എന്റെ കാറില്, ഞങ്ങളുടെ അതെ. കാറിലുണ്ട്. സെയിം. എന്റെ വീട്ടില് ഫാമിലിയിലേക്ക് വേണ്ടതെല്ലാം ചേച്ചി എല്ലാം ഇവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ദേ ഇരിക്കുന്നു. അപ്പൊ ഇത് ഇതും കണ്ടോ ഇതൊക്കെ നമ്മൾക്ക് കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള വേണ്ടിട്ട്. ഓക്കെ. അപ്പൊ നല്ല ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഈ ഷോറൂമിൽ മാത്രമാണോ ഇങ്ങനത്തെ ഒരു അല്ല അല്ല പീസ് അല്ല കിട്ടുക, അതോ നമ്മുടെ എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഷോപ്പുകളിലും ഉണ്ട് എല്ലായിടത്തും പറക്കാട്ടിന്റെ. ഓരോന്നും ഉണ്ടാവും? ഓക്കെ. ഇത് തന്നെയാണെങ്കിലും നമുക്ക് ഇപ്പൊ കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്യാം. ചെയ്യാം. ഇപ്പൊ ജ്വല്ലറി ആയിക്കോട്ടെ, ഐഡൽസ് ആയിക്കോട്ടെ, അങ്ങനെ ഓക്കെ. കസ്റ്റമൈസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ്, ബ്ലൂയിഷ്, ബ്ലൂ ഇനി ഫുൾ ഗോൾഡ് വേണേ അങ്ങനെ, ഇനി ഏത് കളേഴ്സ് വേണേലും മിക്സ് ആൻഡ് മാച്ച് പറഞ്ഞാലും ചെയ്യാം. അതനുസരിച്ചും ചെയ്തു തരും. സിൽവർ ബ്ലാക്ക് അല്ലെങ്കിൽ സിൽവറും ഗോൾഡും മിക്സ്, അങ്ങനെ ഇത് വേണേലും ചെയ്യാം. ചെയ്യും. ഓക്കെ. ഹനുമാൻജിയുടെ ഉണ്ട്. ഇതൊക്കെ ഇതിന്റെയൊക്കെ ചെയ്യുന്നതും പെരുമ്പാവൂർ തന്നെയാണോ, കാലടിയിലാണോ? കാലടിയിലെ നമ്മുടെ യൂണിറ്റില് ഇതെല്ലാം ആ എന്ത് നല്ല ഫിനിഷിങ്. എല്ലാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഒരുപാട് ഐഡൽസ് ഒക്കെ പുറമേ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷെ ഈ ഒരു ഫിനിഷ് ഒരിടത്തും കിട്ടില്ല. അതാ ഞാനിപ്പോ കണ്ടില്ലേ, നോക്കിയേ. കൃഷ്ണൻ എന്ന് കൃഷ്ണന്റെ പറഞ്ഞാൽ കൃഷ്ണന്റെ ഫേസ്, ഫേസിലെ ആ ജീവൻ കണ്ടോ, ആ മുഖത്തെ ചിരിയും അതാണ്. അത് ഒരു ഇത് കണ്ടോ, എന്ത് രസാണ്, എന്ത് എക്സ്പ്രസീവ് ആണ്. ഇപ്പൊ നമ്മുടെ ആനക്കുട്ടിയാണേലും നോക്കിക്കേ, അതെല്ലാം ആ ഒരു സ്റ്റൈല് അങ്ങനെയായിരിക്കും. അതെ. ഇനി ഏറ്റവും ചെറിയ വലുപ്പമായാൽ പോലും അതേ ലുക്കായിരിക്കും. ഒരു നല്ല വെയിറ്റ് ആണ്. ഇതൊക്കെ വെയിറ്റ് ഉണ്ട്. എത്ര വരും ചേച്ചി? അതൊക്കെ ഇതിനകത്തൊക്കെ എത്ര ഗോൾഡ് എങ്ങനെയാ? എല്ലാം ഒരു 1 ഗ്രാമിൽ താഴെ വരുന്നു. ആണോ? 1 ഗ്രാം ഒന്നും ഇതിന് വേണ്ട. ഇത് അതിന്റെ വേറൊരു ടെക്നോളജിയാ. ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ വേറെ ടയർ വരുമല്ലോ. ഇതെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെക്കുന്നതല്ലേ. അപ്പൊ അത്രയും ഒരു തിക്നെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കാഴ്ചയിൽ ആ തിക്നെസ് ഫീൽ ചെയ്യും. അതെ, വെയിറ്റും അത് ഉള്ളോണ്ട്, പൊലിമയുള്ളോണ്ട് നമുക്ക് ആ ഒരു ശരിക്കും അതങ്ങ് ഫീൽ ചെയ്യും. ഇതൊക്കെ നല്ല എക്സ്ക്ലൂസീവ്. ഇതൊക്കെ നമ്മള് ഇതേപോലെ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ഒക്കെ വരുന്നതാണ് കൂടുതലും. പിന്നെ ഹൗസ് വാമിങ് അങ്ങനെയുള്ള ഫംഗ്ഷൻസിനും എല്ലാം വേണ്ടിയിട്ട് മെമെന്റോസ് എല്ലാം ചെയ്യാറുണ്ട്. മെഡൽ, ട്രോഫി, അതെ, അതൊക്കെ നമ്മൾ നമ്മുടെ മൈൽ സ്റ്റോണിൽ കൊടുക്കുന്ന എല്ലാ നമ്മുടെ അവാർഡ് ഫംഗ്ഷൻസിനും നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ട്രോഫി എപ്പോഴും അത് പറക്കാട്ടിന്റെ വകയായിരിക്കും. ആ ഒരു മെമെന്റോ, ആ ട്രോഫി പിടിക്കുമ്പോ തന്നെ നമുക്കറിയാം സാധാരണ പോലത്തെ ഒരു ഹൽക്കയല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രോഫിയാണ് പറക്കാട്ടിന്റെ. എപ്പോഴും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഒരിക്കലും ചെയ്യാറില്ല. അത് നല്ലതായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ യൂഷ്വൽ നമ്മളുള്ള പോലെ തന്നെ വളകളുണ്ട്, മാലകളുണ്ട്, ബാക്കി നമ്മുടെ എല്ലാം ഉണ്ട്. അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതാ നമ്മുടെ യൂഷ്വൽ കാണുന്ന പോലത്തെ എല്ലാം പറക്കാട്ടിന്റേതായിട്ടുള്ള എന്തൊക്കെയാണോ ഗോൾഡിലുള്ളത് അതെല്ലാം നവരത്നമാണ്. റിയൽ സ്റ്റോൺസ് ആണ് വരുന്നത് എല്ലാം. അതിനകത്ത് ഡയമണ്ടിന് പകരം നമ്മളൊരു വൈറ്റ് സ്റ്റോൺ ഇട്ടിരിക്കുകയാണ്. ബാക്കിയൊക്കെ റിയൽ ആണ്. ബാക്കിയെല്ലാം റിയൽ ആണ്. ബ്യൂട്ടിഫുൾ, നന്നായിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ നമ്മൾ ഗോൾഡ് റിയൽ പേൾ ഒറിജിനൽ അല്ലേ? ഓക്കെ. ഇതും അതെ, ഇവിടെ അതെ, ഇത് കസ്റ്റമൈസ് ചെയ്ത് ഏത് സൈസിൽ വേണമെന്ന് പറഞ്ഞാൽ അതും പാറ്റേൺസ് വേണമെങ്കിലും ചെയ്യും. അതെ, അത് നമ്മൾ അന്ന് എറണാകുളത്തെ പറക്കാട് ജ്വല്ലറിയിൽ നമ്മൾ കയറി കഴിഞ്ഞപ്പോ നമുക്ക് അന്ന് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അന്ന് ചേച്ചി പറഞ്ഞു തന്നിരുന്നു, ആഭരണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ. ഇനിയിപ്പം ഇതിപ്പം നമ്മൾ മൂന്നാർ വന്നു, ഞാനിപ്പോ ഇവിടെ റിസോർട്ടിൽ വന്നു, എനിക്ക് ഈ ഒരു പാറ്റേൺ ഇഷ്ടമായി. ഇപ്പൊ എന്റെ സൈസ് പക്ഷെ ഭയങ്കര വലുതാണ്, എനിക്ക് ഓക്കെ അല്ല. പക്ഷെ ഞാൻ വേറെ സ്ഥലത്താണ് താമസിക്കുന്നെന്നുണ്ടെങ്കിലും ഇവിടെ ഓർഡർ തരുവാണെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്തേക്ക് അയച്ചു തരുമോ, അല്ലെങ്കിൽ അവിടെയുള്ള പറക്കാട്ടിലേക്ക് എത്തിക്കോ? അവിടെ എത്തിക്കും. അങ്ങനെ എന്ത് വേണേലും ചെയ്യും അല്ലേ? ഓക്കെ. പിന്നെ നമ്മള് വേറൊരു കാര്യം ഇവിടെ നിന്ന് കാണിക്കാനുണ്ട്. നമ്മുടെ ബബ്ബ സിനിമയില് നമ്മുടെ ലാലേട്ടൻ ഇട്ട് ഹിറ്റായ ഒരു മാലയുണ്ട്, ശംഖിന്റെ മാല. അതെവിടെ ചേച്ചി? അതും കൂടെ നമുക്ക് കാണിക്കണം. പുറമേ ഉള്ള കൗണ്ടർ പെൻഡന്റ് ഇതാണ്, കണ്ടോ? ഇതാണ് നമ്മുടെ ലാലേട്ടൻ ഇട്ട സിൽവർ. സിൽവർ ആണ് ഇട്ടത്. നമ്മള് ഒരല്പം കൂടെ വലിപ്പം, നല്ല വലിപ്പമുള്ള പെൻഡന്റ് ആയിരുന്നു. ലാലേട്ടൻ ആയതുകൊണ്ട് ലാലേട്ടന് ഏത് സൈസ് വേണമെന്ന് അറിയില്ലാത്തതുകൊണ്ട് നമ്മള് ഒരു 5 സൈസിൽ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പൊ 2 സൈസ് പോയി. ഓക്കെ. ഇതാണ് നമ്മുടെ സിനിമയുടെ ട്രെയിലറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ലാലേട്ടന്റെ ദേഹത്ത് കിടക്കുന്ന മാല. അത് ഇവിടെ ഉണ്ടോ? അവിടെ മാല നമുക്ക് കാണാം. ഇവിടെ നീതി കൊണ്ടുപോവാ.
ദാ പക്ഷെ ഇത്രയും ചെറുത് തൊട്ടുണ്ട്. പിന്നെ ലേഡീസിനൊക്കെ യൂസ് ചെയ്യണമെങ്കിലും ഒക്കെ പറ്റിയ രീതിയിൽ ഏറ്റവും ചെറിയ മൈന്യൂട്ട്, ഇതിൽ ചെറിയൊരു വലിപ്പം കൂടെ ചെറുതാണ്. തോന്നുന്നല്ലേ. പക്ഷെ ആ അതിന്റെ ഒരു എക്സാക്ട് നെക്സ്റ്റ് പീസ് ഇവിടെ സൈസ്. ഇല്ലെന്ന് തോന്നുന്നു. ലാലേട്ടൻ ഇവര് ചെയ്തു കൊടുത്തത്. ലാലേട്ടന് ചെയ്തു കൊടുത്തത് ഇവിടെ ഇല്ല. ഇതിന്റെ നെക്സ്റ്റ് വലിപ്പമാണ് ചെയ്തത്. ഉം. അതിങ്ങനെ വരുമ്പോ തന്നെ അങ്ങനെ ഇവിടെ ആളുകള് നമ്മളിപ്പോ ഒരു ലാലേട്ടന്റെ ഇത് പറയുന്നത് മാത്രമല്ല, ഇതുപോലത്തെ എത്രയോ സിനിമകളിൽ എത്രയോ നമ്മുടെ ഇഷ്ടപ്പെട്ട അതെ, പ്രിയ അതെ, അതെ. താരങ്ങൾ അവര് ഇടുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഒക്കെയാണ് അവർ പ്ലേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ പണ്ടങ്ങളെല്ലാം മിക്കതും തന്നെ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ചേച്ചിയാണ്. അപ്പൊ പറക്കാട്ടിൽ ഇത് നിന്നാണ് തന്നെ അത് ചെയ്തു ലാലേട്ടന്റെ കൊടുത്തിരിക്കുന്നത്. പെരിച്ചാഴി എന്ന് പറയുന്ന സിനിമയില് ഓ യൂസ് ചെയ്ത ബാംഗ്ലായത്. ഓ ഓക്കെ. ഇത് ബിജു മേനോന് വേണ്ടിയിട്ട് ഒരു ഫിലിമിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തത്. ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് എല്ലാം. വേണ്ടിയിട്ട് ചേച്ചി ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്കും കുറെ നാളുകളായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെതാ അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത്. ആ, നമ്മുടെ ആ, ലാലേട്ടന്റെ ആ, കറക്റ്റ് യൂസ് yes. ചെയ്ത അതേ പാറ്റേൺ. അതേ സാധനം. അതായത് ബബ്ബയിലെ ലാലേട്ടൻ യൂസ് ചെയ്ത അതേ മാലയുടെ വലിപ്പം, പക്ഷെ അത് സിൽവർ ആയിരുന്നു. അത് സിൽവർ ആയിരുന്നു. ഇത് ഗോൾഡൻ. ഞാൻ ഒന്നിടട്ടെ. പിന്നെ ആവൂ, അടിപൊളി. അടിപൊളി. ഉണ്ടാ ഉണ്ടാ ഇതാണ് സംഭവം. ഇത് ആക്ച്വലി യൂണിസെക്സ് ആയിട്ട് ഇടാൻ പറ്റുമല്ലോ ചേച്ചി? അല്ലാതെ ആണുങ്ങൾക്ക് മാത്രം ഇടാൻ ഇല്ല ഇല്ല ഇല്ല, പറ്റുള്ളൂ? അങ്ങനെയൊന്നുമില്ല. കരിങ്ങാലി ഭയങ്കര പോസിറ്റീവ് എനർജി നൽകുന്നാണല്ലോ പറയുന്നത്. ഓക്കെ. നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് കിടന്ന നമ്മുടെ ദൃഷ്ടി അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ പോവും. പിന്നെ യോഗ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കരിങ്ങാലി നമുക്ക് നല്ലതാണെന്നാണ് വിശ്വാസം. ഓക്കെ. ഇതും ഓരോ വലിപ്പത്തിലുള്ള മുത്തുകളും ഏത് വലിപ്പത്തിലുണ്ട്. അപ്പൊ വളരെ ചെറിയ മുത്തില് ലേഡീസിന് വേണ ചെറിയ ശംഖിന്റെ ലോക്കറ്റും ഒക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബ്രേസ്ലെറ്റ്സ് ചെയ്യുന്നുണ്ട്. ഏത് വേണേലും ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പറക്കാട്ടിന്റെ കളക്ഷൻസ്. യെസ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. നേച്ചർ റിസോർട്ട്. എന്തുകൊണ്ട് 2-3 മാസം മുമ്പ് തന്നെ ആൾക്കാർ ബുക്ക് ചെയ്ത് എന്താണ് ബുക്ക് ചെയ്യുന്നതിനുള്ള രഹസ്യം ഇന്ന് നമ്മള് അറിയാൻ പോവാണ്. പോകുന്നതിന് മുമ്പ് രമ്യ ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സ്റ്റേജിലൊക്കെ നല്ല പണി കൊടുക്കുന്ന ആളല്ലേ? നല്ല പണി കൊടുക്കും. എനിക്കറിയാം, ഞാൻ കാണാറുള്ളതാണല്ലോ. അപ്പൊ രമ്യക്ക് ഇത്തവണ ഇവിടുന്ന് ഓരോ റൂംസും ഞാൻ കാണിച്ചു തരും, എല്ലാം കാണിച്ചു തരും. പക്ഷെ കാണിച്ചു തരുന്നതിന് മുമ്പ് ഓരോ റൂം കാണുന്നതിന് മുമ്പ് ഓരോ ടാസ്ക് വരും. ഒരു ചെറിയ പണി. കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഇതായിട്ട് പറഞ്ഞപ്പോ ചേച്ചി കാണിച്ചു തരും. ഓരോ പണി തരും. അതിൽ വിജയിക്കുമ്പോ അടുത്ത റൂം, അത് വിജയിക്കുമ്പോ അടുത്ത റൂം, അങ്ങനെ റിസോർട്ട് കാണാൻ എന്റെ ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് ഒക്കെ തരണം കേട്ടോ. നല്ല ടാസ്ക്. 8ന്റെ പണിയാണ് എന്തായാലും ചേച്ചി തരാൻ പോണത്. ശരി, ഞാൻ ആ ടാസ്ക് എടുക്കാൻ, ഞാൻ ആ ചാലഞ്ച് എടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. എന്താ ചേച്ചി ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഓണക്കോടിയൊക്കെ തരുവാണോ? ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതും ഉണ്ടോ? അതൊക്കെ സസ്പെൻസ്. എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? ഇതിലെ ഏറ്റവും കുറവ് പ്രായം കുറഞ്ഞ ഒരാളെ കണ്ടുപിടിച്ചത് കൊടുക്കും. ഓക്കെ. ഐ തിങ്ക് ഷീസ് ജയിച്ചു. അപ്പൊ ടാസ്ക് വിൻ ചെയ്തു. ഇതിൽ മാരീഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാവും. ആരും ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ ചേച്ചി. സ്റ്റാഫ് മാരീഡാണോ? മാരീഡാണോ? അല്ല. ഞാൻ പറഞ്ഞില്ല ആരും അല്ല. അയ്യോ മാരീഡ്? നോ. അപ്പൊ ഏതായാലും 2 ടാസ്കിൽ ഒരെണ്ണം രമ്യ വിൻ ചെയ്തു. ഇല്ല, മറ്റേത് ഞാൻ കറക്റ്റ് പറഞ്ഞു. ഇവരൊക്കെ കണ്ടാ നോക്കിയാൽ നല്ല യങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഗേൾസ്, കല്യാണം കഴിച്ചിട്ടില്ല. റിയലി. അപ്പൊ 2ലും ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ നമ്മള് പോവാണ്. ഇതോ ശരി, നമുക്ക് പോവാം. ഞങ്ങൾ ചുറ്റി കാണട്ടെ. ചേച്ചി എന്നെ വേറെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ റൂം കാണിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് പറക്കാട് നേച്ചർ റിസോർട്ടിന്റെ കേവ് റൂം. ഇത് തന്നെ ചോദിച്ച് ഇവിടെ പലരും വരാറുണ്ട് അല്ലേ? ഭയങ്കര എൻക്വയറി ഉള്ള റൂമാണ്. ഭയങ്കര സ്പെഷ്യലാണ്. സാധാരണ നമ്മൾ ഇവിടെ മൂന്നാറിൽ തന്നെ ഒരുപാട് റിസോർട്ടുകൾ ഉണ്ടല്ലോ. പക്ഷെ ഇത്തരത്തിൽ ഒരേ റിസോർട്ടിൽ തന്നെ പല തരത്തിലുള്ള റൂമുകൾ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സംസാരിക്കാതെ പെട്ടെന്ന് നമുക്ക് കേവ് റൂമിലേക്ക് തന്നെ പോവാം. പക്ഷെ ആക്ച്വലി ഈ കേവ് റൂം തന്നെ ചോദിച്ചു വരുന്നത് ആരാ ചേച്ചി? ഏത് പ്രായത്തിലുള്ളവരൊക്കെയാണ്? എല്ലാ പ്രായക്കാരും വരാറുണ്ട്. ചിലപ്പോ ഹണിമൂൺ കപ്പിൾസ് വരും, ഫോറിനേഴ്സ് വരും. അവരെന്ന് പറയുമ്പോ അവർക്ക് ഇങ്ങനെ ഒന്ന് കാടിന്റെ നടുക്കല്ലേ, പിന്നെ ഒരു വേറൊരു ആംബിയൻസ്, ഒരു ഡിഫറെന്റ്. ഇപ്പൊ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് പോലെ അല്ലല്ലോ. അപ്പോ അവർക്ക് ആ ഒരു ലക്ഷറി പ്ലസ് സൈലൻസ് എല്ലാം കൂടെ കൂടിയിട്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ക്രൗഡി അല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ. അപ്പൊ
അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓ പിന്നെ ഇത്തിരി എന്താ പറയാ, ഇങ്ങോട്ടുള്ള യാത്ര നല്ലതായിരുന്നില്ലേ അതെ. നമ്മുടെ ജീപ്പിലുള്ള. അതെ അപ്പൊ അതുപോലെ അങ്ങനെയൊക്കെ ഇത്തിരി ഇഷ്ടപ്പെടുന്നവര് ആ ആ, എല്ലാ ഏജ് കാറ്റഗറി, ചിലപ്പോ ഫാമിലീസും വരാറുണ്ട്. വരാറുണ്ട്. പക്ഷെ കൂടുതലും ഹണിമൂൺ കപ്പിൾ ഹണിമൂൺ കപ്പിൾസ് അല്ലേ, ആണ് അവരാണ് കൂടുതലും. പ്രത്യേകിച്ചും ഈ കേവ് റൂം ഒക്കെ ചോദിച്ച് കൂടുതൽ വരുന്നത്. അതെ അതെ അപ്പൊ നമുക്കത് കാണാം. ഇതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, ആക്ടിവിറ്റി ഉണ്ട് ഈ ഒരു ഏരിയയില്. റോപ്പ് വേ ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ സൈക്കിൾ സൈക്കിളുണ്ട്. അതൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയില്. അപ്പൊ അതാ നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ് കേവ് റൂമിലേക്ക്. അപ്പൊ കുറച്ച് കയറ്റമൊക്കെ കയറി ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ഗെയിംസും പിന്നെ ഇപ്പൊ പിന്നെ സീസൺ കുറച്ച് ഡൾ ആയതുകൊണ്ട് സീസൺ ഇതൊക്കെ റിനോവേഷനും അതെ 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 ആണോ, കുറച്ച് മെയിൻ്റനൻസും. റിനോവേഷൻ അല്ലെ, നല്ല റെയിനി സീസണിലൊക്കെ ഇതിങ്ങനെ നിറഞ്ഞു കിടക്കും. അതെ അപ്പൊ നമ്മള് ഒരു ചെറിയ ബോട്ട് റൈഡും ആ. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നതാണ് ഇവിടെ. ആണോ? ആ ആഹാ. അതൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇനി ഇത് കുറച്ചും കൂടെ അപ്പൊ ബോട്ട് റൈഡ് ഒക്കെ വേണേ ഇവിടെ കുറച്ചും കൂടെ സ്പേസ് ഒക്കെ കുറച്ച് ചെറിയ ഇതിലൊക്കെ ആയിട്ടേ ഇത് ഓ. നിറഞ്ഞു വരും, വെള്ളമൊക്കെ നിറഞ്ഞു വരും. ഓ, ഇപ്പൊ ഒരു okay. ഡ്രൈ ആയിട്ട് കിടക്കുന്നതേ ആ ഉള്ളൂ. ഓക്കെ. ഈ സമയത്താണല്ലോ റിസോർട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻസ് അതെ ചെയ്യാനുള്ള അതെ ടൈം അല്ലേ? അതെ. അപ്പൊ ഇങ്ങോട്ടും റൂം സർവീസ് ഉണ്ട്. റൂം സർവീസ് ഉണ്ട്. ഓ. പിന്നെ ഇവിടെ ഇനിയിപ്പോ വരാൻ പോകുന്നത് ആ. ഫ്രഷ് ഫിഷൊക്കെ ആ. നമുക്ക് പിടിച്ചിട്ട് ആ. ചൂണ്ടയിട്ട് ആ. ഓ പിടിച്ച് അങ്ങനെയൊക്കെ ഇവിടെ ചെയ്യാണ്. അതെല്ലാം വരുവാണ് താഴെ. ഓ ഓക്കെ. യെസ് ചേച്ചി, നമുക്ക് കേറാം. ആഹാ, മ്യൂസിക് ഒക്കെ ആയിട്ടാണല്ലോ. ഓ ആവൂ, കണ്ടോ? ഹോ, എങ്ങനെയുണ്ട് കൊള്ളാം. ഞങ്ങളുടെ നിങ്ങളുടെ കേവ് റൂം. കേവ് റൂം? ഹോ, അതെന്താ സംഭവം അങ്ങോട്ട്? അതാണ് നമ്മുടെ അത് ഒരു മറ്റൊരു ഹൈലൈറ്റ്. നമ്മുടെ ആ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാത്റൂം. ഒന്ന് നോക്കിക്കേ. സിമ്പിൾ ആയിട്ടുള്ള ഒരു അതെ അതെ ബാത്റൂമോ അതെ. ഈ കേവ് റൂമിനകത്ത്? അതെ, നമുക്ക് നോക്കാം. ഇത് സിമ്പിൾ ഒന്നും അല്ല. ഓ ഇത് ഹണിമൂൺ കപ്പിളിന് പറ്റിയത് തന്നെയാണ് ചേച്ചി. ഓ ഇനിയിപ്പോ രമ്യക്ക് ഒന്ന് ബാത്ത് ടബ് യൂസ് ചെയ്യണോ? ആ പിന്നെ ജക്യൂസി അല്പം ഉണ്ടോ? ആ ആ ആ എനിക്കത് ഇത് വേണോ? ഇവിടെ അതെ എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യാം. ആ അപ്പൊ ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഇതാ ഗോൾഡൻ ആ ടോയ്ലറ്റ് കമോഡ് ഉണ്ട്. ഒക്കെ ആയിട്ട്, കബോർഡും യെസ്. ഗോൾഡൻ ടോയ്ലറ്റും ഒക്കെ ആയിട്ട് ആ അടിപൊളിയായിട്ട്. അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ കേവ് റൂം ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇതുപോലത്തെ ഇപ്പം 2 ഓൾറെഡി ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ആ 2 ഒരു 4 ഉണ്ട്. ഓ പിന്നെ 1-2 വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എല്ലാം നടന്നുകൊണ്ടിരിക്കണം. ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടാണ്. ആണോ? അപ്പൊ അതെല്ലാം ഒന്ന് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഓ ഓക്കെ. 2 നമുക്കൊന്ന് കാണാം. ഓ ഓരോ കേവ് റൂമും ഓരോ സ്റ്റൈലിലാണോ? അതെ 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 അതെ, ഓ അത് എല്ലാം ശരി. ഡിഫറെന്റാ. ഓക്കെ, ഇതിനകത്ത് ഇനി ഒരു മ്യൂസിക്കും കൂടെ ഒരു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. അതൊക്കെ നമുക്ക് എന്ത് വേണേലും സെറ്റ് ചെയ്യാവുന്നുള്ളല്ലോ. അതെ, ഈ ഒരു കേവിനകത്ത് കേറുമ്പോഴത്തെ ഒരു 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 വേറൊരു മ്യൂസിക്കേ. പിന്നെ ദാ ഇവിടെ ഉണ്ട് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയി. അയ്യോ, അതെന്താ അവിടെ? ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ കാണാം. ഓ ദാ ഇവിടെ ഒരു ഓക്കെ, ഒരു സ്പേസ് ഉണ്ട്. ബാൽക്കണി. എന്താ? ആ ഓക്കെ. ഒന്ന് നനയണമെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ ഉണ്ട് ദാ ഷവർ. ഷവർ. ഷവർ ഉണ്ട്. ദാ ഓക്കെ. ഷവർ. ദാ ആ ഷവർ ഇവിടെ ഉണ്ട്. ഉണ്ട്. ആ പിന്നെ അതെ. ഇപ്പൊ ഒന്ന് ഇവിടെ ഇപ്പൊ ഇത്തിരി വെള്ളമൊക്കെ കുറവാന്നേ ഉള്ളൂ. ഉം. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നല്ല ആംബിയൻസാ. ഇവിടെ ഇപ്പൊ ഇവിടെ മുഴുവൻ വെള്ളം. റിനോവേഷൻ നടക്കുന്നോണ്ട് ഇവിടെ ഇപ്പൊ പ്രോസസിങ് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നോണ്ട് ഇപ്പൊ ഇവിടെ വെള്ളമൊന്നുമില്ല. അതെ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ ഈ ഒരു വെള്ളമായിരിക്കും. ടൈമിൽ മാത്രമേ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ clean പണിയൊക്കെ ചെയ്യാനുള്ള നടക്കാൻ work പറ്റുള്ളൂ നടക്കാം. അല്ലേ? കാരണം ഇനി അത് കഴിഞ്ഞാൽ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് സീസൺ ആവുമല്ലോ. അതെ. അപ്പോ ഓപ്പൺ ആയിട്ട് ഇവിടെ നിന്ന് ഇവിടെ കുളിക്കണം നിന്ന് എന്നുണ്ടെങ്കിൽ കുളിക്കാം. യെസ്. ഹണിമൂൺ കപ്പിൾസിന് ഓപ്പൺ എന്നാ പ്രൈവസി ഉണ്ട്. അതെ, അല്ല മഴയത്ത് കുളിക്കാൻ മഴയത്ത് ആഗ്രഹിക്കുന്നവർക്ക് കുളിക്കാവുന്ന അതേപോലത്തെ അതെ ഒരു അതെ അതെ ഫീലൊക്കെ അതെ, ആ ആയിട്ട് ഒരു ഫീലും. ഇവിടെയൊക്കെ വെള്ളം ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഇനി അതെ എല്ലാം കൂടെ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് രസമായിരിക്കും ഇവിടെ നിന്നിട്ടുള്ള വ്യൂ. താഴത്തേക്കൊക്കെ കാണുമ്പോൾ സ്റ്റിൽ അങ്ങോട്ടുള്ള എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കണം. ഒന്ന് ഓക്കെ, അത് നമ്മുടെ റൂം അത് തന്നെയാണോ? റൂമാണ്. പക്ഷെ അത് കേവ് റൂം അല്ല. കേവ് റൂം അല്ല. ചേച്ചി എന്നാ എനിക്ക് ഒരു കേവ് റൂമും കൂടെ കാണിക്കാം. വേറെ തരത്തിലുള്ളതാന്നല്ലേ പിന്നെന്താ, പറഞ്ഞേ? അത് അപ്പൊ അതും നമുക്ക് കാണാം. കാണാമോ? പിന്നെ ഇനി ഈ കേവ് റൂമിലെ ബാത്റൂമിന്റെ ടൈലുകൾ ഭയങ്കര അട്രാക്റ്റീവ്. എന്നെ ഇങ്ങനെ അത് വിളിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പിന്നിലത്തെ വാ. കഥയൊന്ന് അറിഞ്ഞിട്ട് വരട്ടെ. മറ്റേ കേവ് റൂമിലെ ബാത്റൂം പോലെ അല്ലല്ലോ. എല്ലാം ഡിഫറെന്റ് ആന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെ. അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു 110 റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ 110 റൂമിലും ഏകദേശം ഉപയോഗിച്ചേക്കുന്ന മിക്കവാറും ടൈലുകൾ പല ഡിഫറെന്റ് ഉണ്ടല്ലോ.
നോക്കിയാൽ നിങ്ങൾക്ക് ആ അറിയാം ടൈലിന്റെ ഇതെല്ലാം. ഓരോ പീസാണ് ഇവിടെ ഫുള്ള്. അപ്പൊ എല്ലാ റൂമിന്റെ എന്തൊക്കെയാണ് ടൈലെന്ന് അറിയണത് ഇവിടെ നോക്കി അറിയാൻ പറ്റും അവിടുത്തെ ഏകദേശം. പീസസ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇത് അങ്ങനെ ഒരു ഭംഗിയാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെ ചെയ്തിട്ട് അതിന് നല്ലൊരു ഭംഗിയുണ്ട്. അകലേന്ന് കാണുമ്പോ ഇങ്ങനെ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ വല്ലാണ്ട് അട്രാക്റ്റഡ് ആവുകയാണ്. ഭയങ്കര നല്ലത്. അങ്ങനെ ഒരു നമ്മുടെ എന്താ പറയാ ഒരു മെമ്മറിക്ക് എന്ന് പറയുന്ന പോലെ അതെ, എല്ലാ ടൈലും ഇതിനകത്തുണ്ട്. ഉണ്ട്. അപ്പൊ ഇവിടെ ഈ കേവിനകത്ത് ഓപ്പൺ ഷവർ ഇല്ലേ? പുറത്തുണ്ടോ ഓപ്പൺ ഷവർ? ഇതിന് ഓപ്പൺ ഷവർ ഇല്ല, ഈ ഉള്ളിലുള്ളതേ ഉള്ളൂ. ഇതിന്റെ പുറമെ ഒരു നല്ല ആംബിയൻസ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഓപ്പൺ സ്പേസ് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇവിടെയും കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു എല്ലാ ടൈലുകളും ഒക്കെ ഉപയോഗിച്ചിട്ടേക്കുന്നതാണ് ഇവിടെയൊക്കെ. പിന്നെ ഇതുണ്ട്, ഇപ്പൊ നമുക്ക് ആ ഒരു കാടിന്റെ നടുക്കുള്ള ഫീൽ കിട്ടില്ല, കണ്ടില്ലേ? ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആ ചീവിടിന്റെ ശബ്ദവും ചീവിടിന്റെ സൗണ്ടും എല്ലാം ആയിട്ട് നല്ല. പിന്നെ ഇവിടെയൊക്കെ ആ ഒരു വെള്ളം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇവിടെ വാട്ടർ ഫോളും എല്ലാം കൂടെ ആയിട്ട് ആംബിയൻസ് ഭയങ്കര രസമാണ് കാണാനായിട്ട്. കാടിന്റെ കറക്റ്റ് നടുക്ക്. അതെ, കറക്റ്റ് തവളയുടെയും ഒക്കെ ശബ്ദവും എല്ലാം മൊത്തത്തില് വേറെ തന്നെ ഒരു. അങ്ങനെ പക്ഷെ പേടിക്കണ്ട അല്ലെ, ഇവിടെ പാമ്പോ അങ്ങനെ ഒന്നും ഇല്ല. അതൊക്കെ ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്യുന്നോണ്ട് ഇന്ന് വരെ അങ്ങനെ ഒരു പാമ്പിനെ പോലും കാണാറില്ല. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ഒരു കാടിനകത്താണ് ഇവർ ഈ കേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് എത്ര രാത്രിയാണെങ്കിലും ഈ പ്രിമൈസസിലൂടെ നടക്കുന്നത് 100% സേഫ്റ്റി എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ അങ്ങനെ നമ്പർ 3-ലെ 2 കേവ് റൂംസ് ഇപ്പൊ കണ്ടു കഴിഞ്ഞു. ചേച്ചി, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള മുറി. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ഒന്നും പറയാൻ പറ്റില്ല. ചേച്ചി പറഞ്ഞ പോലെ 110 റൂം ഉണ്ടെങ്കിൽ 110 വെറൈറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്നതായതുകൊണ്ട് ഇത് മൂന്നാമത്തെ കാറ്റഗറി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഏകദേശം വെറൈറ്റി ഉള്ള വേറെ ഇതായത് ഇവിടെ ഇങ്ങനെ ഫുൾ ടൈം ഫൗണ്ടൻ ഉണ്ട്, ലൈവായിട്ട്. അത് ആ ശബ്ദം കേട്ടുകൊണ്ട്, മഴയുടെ ശബ്ദം കേട്ട് ഉറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ റൂമാണിത്. ചേച്ചി, റൂമിന്റെ ആ സ്ഥലത്ത് എന്താ? അവിടെ നമുക്കൊരു പൂളുണ്ട്. ഓ, അതുകൊണ്ടോ? പ്രൈവറ്റ് പൂളുണ്ട്. ഓക്കെ, അത് കൂടെ കാണാം. ഹണിമൂൺ കപ്പിൾസിനുള്ളതാണ്. റൗണ്ട് ബെഡും പിന്നെ ഇവിടെ പ്രൈവറ്റ് പൂളും കൂടിയായിട്ട്. ഓക്കെ, അപ്പൊ ഇതും ഹണിമൂൺ കപ്പിളിന് പറ്റിയ റൂം തന്നെയാണ്. അതെ, അല്പം പ്രൈവസിയില് എല്ലാരും ഉള്ളൊരുതല്ലോ അവർക്ക് വേണ്ടത്. ഓക്കെ, അതിനു വേണ്ടിട്ട് ചെയ്തിരിക്കുന്നു ഈ ഒരു റൂം. ഇനി ചേച്ചിയുടെ അടുത്ത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചേച്ചി, എനിക്കൊരു 23 ഇയേഴ്സോളം ആയിട്ട് എനിക്ക് ചേച്ചിനെ അറിയില്ല. ഇല്ലല്ലോ, 20 ഇയേഴ്സ് ആയിട്ട് അറിയാം. അന്ന് മുതലും ഇന്ന് ഞാൻ കാണുമ്പോ, ചേച്ചിയെ കാണുമ്പോ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട്, വളരെ ചേച്ചി ഞാൻ കൂടെ കാണുന്ന എപ്പോഴും കടയിൽ വരുമ്പോ തന്നെ സ്റ്റാഫിന്റെ അടുത്തൊക്കെ ആണെങ്കിലും ചേച്ചി അവരോ കാണിക്കുന്ന സ്നേഹിക്കുന്ന രീതി, അവരെ ചേച്ചി കൂടെ നിർത്തുന്ന ഒരു രീതി, എല്ലാരോടും ചേച്ചി എത്രത്തോളം സ്നേഹത്തോടെയാണ് ഇങ്ങനെ പെരുമാറുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ചേച്ചി ശരിക്കും ചേച്ചിയുടെ രീതി എങ്ങനെ, ഒരു ലവ് ലാംഗ്വേജ് എങ്ങനെയാ ചേച്ചിയുടെ ഇഷ്ടമുള്ള? ഇപ്പൊ ചേച്ചിക്ക് ഒരാളോട് സ്നേഹം തോന്നുമ്പോ അതെങ്ങനെയാ ചേച്ചി കൂടുതൽ എക്സ്പ്രസ് ചെയ്യണേ? ശരിക്കും പറഞ്ഞാ സ്നേഹം കൂടുതൽ തോന്നുമ്പോ ഇങ്ങനെ ചേർത്ത് പിടിക്കും, കെട്ടിപ്പിടിക്കില്ലേ, നമ്മൾ ഹഗ് ചെയ്യില്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ, നമ്മള് കൂടെ ഉണ്ട് അല്ലെ, ഒരുമിച്ചാണ് അല്ലെ, അങ്ങനെ ഒരു ഫീൽ കിട്ടില്ലേ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുമ്പോ. അല്ല, ഇപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും സാരില്ല, ഒക്കെ പോട്ടെ, നമ്മളുണ്ടല്ലോ, ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുക. എന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണെന്നാണ് എന്റെ ഒരു തോന്നല്. അത് പറഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, നമ്മള് പലപ്പോഴും ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പറക്കാട്ടിന്റെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മൾ വരാറുണ്ട്. അവിടെ വെച്ചിട്ട് അന്ന് ചേച്ചി പോലും ഇല്ല കേട്ടോ, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രേണുസുധിയുടെ ഒരു ഇന്റർവ്യൂവിന് അന്ന് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പം ചേച്ചി അറിഞ്ഞതേ ഉള്ളൂ ഫോണിൽ കൂടെ അവിടെ രേണു ഉണ്ട്. സ്റ്റാഫ് അപ്പൊ തന്നെ നമ്മൾ ഷൂട്ടിൽ നടന്ന കാര്യങ്ങൾ, രേണുവിന്റെ വിഷമങ്ങൾ, രേണു ഇതുവരെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല, ഒരു പൊന്നിടാനുള്ള ഒരു ആഗ്രഹത്തെ കുറിച്ച് അത് അവിടെ നിന്ന് സ്റ്റാഫ് കേട്ടു. ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോ പറയണത് അത് അപ്പൊ തന്നെ സിന്ധു ചേച്ചിനെ വിളിച്ചു പറഞ്ഞിട്ട്, ആ സെക്കൻഡിൽ നിങ്ങൾ ഷൂട്ടിൽ കണ്ടതാണ്, നമ്മൾ ഷൂട്ട് വൈൻഡ് അപ്പ് ചെയ്യണ സമയത്ത് ചേച്ചി പറഞ്ഞിട്ട് മനോഹരമായ ഒരു നെക്ലസ്, ഒരു മാല നമ്മൾ രേണുവിന് ഗിഫ്റ്റ് ചെയ്തു. പക്ഷെ അതായിരുന്നു അന്ന് രേണു കരഞ്ഞോണ്ട് പറഞ്ഞു, രേണുവിന്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് ആണ് മാല എന്ന്. ചേച്ചിയുടെ കൈ നോക്കി എത്ര പൊന്നാണെന്ന്. അന്ന് ചേച്ചി രേണുവിന് ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം ഇന്നിപ്പോ നോക്ക, രേണുവിന് എത്രയോ ഗിഫ്റ്റുകളാ കിട്ടിക്കിട്ടിരിക്കുന്നത്. ഒരുപാട് പലതരത്തിലുള്ള സമ്മാനങ്ങൾ. രേണു ആഗ്രഹിക്കുന്ന പോലത്തെ നല്ലൊരു ഹാപ്പി ലൈഫ്, ഫിനാൻഷ്യലി കുറച്ചും കൂടെ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ. അങ്ങനെയൊക്കെ അതിനൊരു തുടക്കം ചേച്ചിയുടെ കൈ. അതുപോലെ അതെ, അല്ല ചേച്ചി, അത് ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടതാണ് രേണുവിനെ ചേച്ചി ഹെൽപ്പ് ചെയ്യണത്. അതേപോലെ എത്രയോ പേർക്ക് ചേച്ചി ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് നിന്നിട്ടുണ്ടാവും. തീർച്ചയായും. ഞാന് ഓൾമോസ്റ്റ് എന്റെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് 100ഓളം ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഈ 100ഓളം ബ്രാഞ്ചസ് നമ്മളുടെ
സ്റ്റാഫുകളെ നമ്മള് അവരുടെ കയ്യിൽ താക്കോല് കൊടുത്ത് ഏൽപ്പിക്കുവാണ്. ഉം. അപ്പൊ നമുക്കൊരു വിശ്വാസം വേണം അതെ, അല്ലേ? അതെ. ഒരു ട്രസ്റ്റിലാണല്ലോ, അല്ലെ അതെ. നമുക്ക് എല്ലായിടത്തും ചെല്ലാൻ പറ്റുമോ? അതെ. പറ്റില്ല. അപ്പം ഓരോ ഷോറൂമും ഞാൻ അവരെ ഏൽപ്പിക്കുമ്പോ അതിന്റെ താക്കോല് കൊടുക്കുമ്പോ അതിന്റെ ഓണറായിട്ട് തന്നെ അവരെ ഏൽപ്പിക്കുന്നത്. ഏൽപ്പിക്കുന്നെ. പിന്നെ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അപ്പൊ നമ്മുടെ ഓരോ ഷോറൂംസും തുടങ്ങുമ്പോ, പറക്കാട്ടിന്റെ ജുവലറി തുടങ്ങുമ്പോ ഇങ്ങനെ ഓരോരുത്തരെ അവിടെ ആദ്യം എടുക്കുന്ന ഓപ്പണിംഗ് ടൈമിൽ എടുക്കുന്ന സ്റ്റാഫുകളാണ് എന്റെ കൂടെ അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളത്. ചേച്ചി ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ റൂമിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രത്യേകതകൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് പക്ഷെ ഇത് ശരിക്കും ഏത് കാറ്റഗറിയിൽ വരുന്നതാ? ഇത് പ്രസിഡൻഷ്യൽ സ്യൂട്ട്. ഓ, ഓക്കെ. ഡബിൾ റൂമാണ്. നമ്മൾ ഈ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ 2 ഫാമിലി ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് സ്റ്റേ ചെയ്യാനും, പിന്നെ ഇവിടെ ഡൈനിങ് ഉണ്ട്, അതുപോലെ ഇവിടെ ഇരുന്ന് സംസാരിക്കാനും അതെ, എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഒരു മിനി ഒരു അപ്പാർട്ട്മെന്റ് സ്റ്റൈലിൽ അതെ അതെ തന്നെയാണ്. അതെ, വ്യൂവും നമുക്ക് ഇവിടെ ഇരുന്നാലോ? ബ്യൂട്ടിഫുൾ ആണ്. വ്യൂവും ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നമ്മുടെ എപ്പോഴും എല്ലാ വീഡിയോസിലും ഒക്കെ കാണാറുള്ള ഒരു ഗോൾഡൻ ടോയ്ലറ്റും ഒക്കെ ആയിട്ട്. അതിവിടെയാണല്ലേ? ആ. അത് ഈ റൂമിനകത്താണല്ലേ? ഇതാണ് നമ്മുടെ ഗോൾഡൻ ടോയ്ലറ്റ്. യെസ്. അപ്പൊ പണ്ട് മുതലേ പരസ്യത്തിൽ പറയുന്ന റൂം ഇതാണ്. അതെ 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 ഓക്കെ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അതെ. ആ, നമ്മുടെ ഇതിന് ഇവര് പറയുന്നത് ട്രീ ഹൗസ് എന്നാണ്. അതെ, പക്ഷെ ആക്ച്വലി ഇത് ട്രീയുടെ സ്ത്രീകളുടെ ഒക്കെ നടുക്കിരിക്കുന്നു. സൈഡിലൊക്കെ ട്രീ ഉണ്ട്, അതാണ്. ഫുൾ ചുറ്റിനും ട്രീ ആണ്. ദേ ഇവിടെ എല്ലാം ഇവിടെ ഓരോന്ന് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരതിന് ട്രീ ഹൗസ് എന്നുള്ള house എന്ന് പേരിട്ട് വിളിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് എന്താന്ന് നോക്കട്ടെ. ഇത് വേറെ തന്നെ രീതിയിലാണല്ലോ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ. അതെ. ഇതെന്തോ പറ്റി പ്രകാശേട്ടൻ ഇതിലധികം ടൈല് കൊണ്ടുള്ള ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ടങ്ങാക്കിയത്? ഫോറിനേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഇതുവരെ പറക്കാട്ടില് വന്ന് കണ്ടതില് ഇത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോറിംഗ്, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു റൂം വേറെ വന്നിട്ടില്ല. ഇതിനകത്ത് മിററും കുറവാണല്ലോ ചേച്ചി. ഇതിനകത്ത് മിററും ഇല്ല, ഒന്നുമില്ല. ഇത് പ്രകാശേട്ടൻ ഡിസൈൻ ചെയ്തല്ലെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോ പ്രകാശേട്ടൻ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ആൾക്കാർ പണിതായിരിക്കാനാ സാധ്യത. കാരണം പ്രകാശേട്ടൻ്റെതായിട്ടുള്ള Glittering. ടച്ചിലുള്ള ആ ഗ്ലിറ്ററിങ്, ആ സ്പാർക്ലിംഗ് ഉണ്ട്. പ്രകാശേട്ടൻ വരുമ്പോ തന്നെ ആ ഷർട്ടിൽ വരെ ഉണ്ട് ആ തിളക്കവും മിനുക്കവും. അതുപോലും ഈ റൂമിലില്ല. ഇല്ല, സിമ്പിൾ. അപ്പൊ എനിക്ക് ഷുവറാണ് ഇത് പ്രകാശേട്ടന്റെ ഡിസൈനേ അല്ല. കുറച്ച് UK ബേസ്ഡ് ഒക്കെ ക്ലയൻസ് വരുമ്പോ അവർക്ക് ഇങ്ങനെ ഒരു സൈലന്റ് ഇതായിരിക്കും ഇഷ്ടം അവർക്ക്, ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഒക്കെ. ഓക്കെ, അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞ ചേച്ചി എന്നെ ഇപ്പൊ റെസ്റ്റോറന്റിൽ കുക്കിംഗ് ഏരിയയിലേക്കാ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ കുക്ക് ചെയ്യിപ്പിക്കാൻ പോവാണ് ഇനി അടുത്തത്. കുക്കൊന്നും ചെയ്യണ്ട. പിന്നെ ഞാനും ഷെഫിന്റെ സഹായത്തോടു കൂടി ഇവിടെ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അത് കഴിക്കാനാണോ ഞാൻ കൊണ്ടുവന്നേ? വെയിറ്റ് പറക്കാട്ടിന്റെ സ്പെഷ്യൽ ഡ്രാഗൺ ചിക്കൻ. ഓക്കെ. ഇത് കഴിക്കാൻ തരണമെങ്കിൽ അതിന് മുമ്പ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറയണം. അപ്പൊ ചേച്ചി പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ചേച്ചിയുടേതായിട്ടുള്ള എന്തെങ്കിലും സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്തെങ്കിലും അതിനകത്ത് കാണും. അപ്പൊ പറയണം. ഇത് എന്നെ കൊണ്ട് ചേച്ചി കഷ്ടപ്പെടുത്തുമല്ലോ. എന്നാലും പറയാം, ട്രൈ ചെയ്യാം. ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഹെൽപ്പിന് ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ ഒരു ഗസ്റ്റിനെയും കൂടെ അവരുടെ ഫാമിലിയും കൂടെ ഒന്ന് വിളിക്കാം. ഓക്കെ, ശരി. ഓക്കെ. അതാരാണാവോ? ഇവരായിരുന്നോ ശീതളും ദിനുവും? ഓ, നിങ്ങൾ നേരത്തെ പരിചയക്കാരാണ്. പരിചയം എന്ന് വെച്ചാൽ നേരിട്ടില്ല, ഇവരെ പിന്നെ അറിയാലോ. അങ്ങനെ നിങ്ങൾ ഇവിടെ എന്ന് വന്നു? ഞങ്ങൾ ഇന്നലെ എത്തി. ആഹാ. ഓ, അപ്പൊ ഇവരാണ് ഇപ്പൊ ചേച്ചി ഉദ്ദേശിച്ച ആൾക്കാര്. അപ്പൊ ടെസ്റ്റിങ്ങിന് നമുക്ക് ആളായി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇത് കഴിച്ചു നോക്കിട്ട്, അപ്പൊ നമുക്ക് ടാസ്ക് ആണ്. നമ്മൾ ഇത് കഴിച്ചു നോക്കിയിട്ട് ചേച്ചി ഉണ്ടാക്കിയതാ. അപ്പൊ ഇതിനകത്ത് ഞാനും കൂടെ കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയണം. ക്യാബേജ് ഉണ്ട്, വയലറ്റ് ക്യാബേജ് ഉണ്ട്, സാധാ ക്യാബേജ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഞാൻ അടുക്കള കയറുന്ന ആളാന്ന് മനസ്സിലായില്ലേ? ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. ഇതിനകത്ത് ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ചിക്കനകത്ത് സെസമി ഉണ്ട്, ഒബ്വിയസ്ലി സോയ ഉണ്ട്, ഡ്രാഗൺ ചിക്കൻ അല്ലേ, സോയ ഉണ്ട്, ചില്ലി സോസ് ഉണ്ട്, റൈറ്റ്? യെസ്. ആൻഡ് ദെൻ കാഷ്യൂസ് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടിട്ട് റെഡ് ചില്ലി കളർ മിക്സ് ചെയ്യോ നിങ്ങൾ? ഓർ ഓൺലി റെഡ് ചില്ലി പേസ്റ്റ് ആണ്? ഓക്കെ. അത് ഓരോരുത്തരുടെയും ഓരോ രീതിയിലാണ്. ഇനി ഏകദേശം അറിയാം. ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയ സാധനം വീട്ടില് ഡ്രാഗൺ ചിക്കൻ. അയ്യോ, അപ്പൊ നമുക്ക് വേറൊരു ഐറ്റം കൂടെ പറയണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണതാണ്. അപ്പൊ ഇതിന് കഴിച്ചു നമുക്ക്. എനിക്ക് ചെയ്യാനില്ല എല്ലാം. ഇനി നമ്മുടെ ഏതെങ്കിലും ലെഫ്റ്റ് ആയിട്ടുണ്ടോ? ഞാൻ പറയട്ടെ. ഫസ്റ്റ് ചിക്കനെ മാരിനേറ്റ് ചെയ്ത സമയത്ത് ബാറ്റർ എല്ലാം ഇട്ട് കോൺഫ്ലോർ ഇട്ടിട്ട് അത് ബാറ്റ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ടാണ് ലാസ്റ്റ് ഈ മിക്സിനകത്തേക്ക് സോയ ഇട്ട് കെച്ചപ്പ് ഇട്ടിട്ടുണ്ടാവും.
ടൊമാറ്റോ സോസ് ഒരു കെച്ചപ്പ് അത് ഉണ്ടാക്കുന്ന പോലെ അതിനകത്തേക്ക് ലാസ്റ്റ് ഫ്രൈഡ് വൺ ഇടും, ഗാർലിക് ഒബ്വിയസ്ലി, യെസ്, ആൻഡ് ദെൻ അത് സോട്ടേ ചെയ്തെടുക്കും. റൈറ്റ്. പിടിക്കുകയാണ് ഇത്. അതാണ് ഞാനിവിടെ ഇനിയിപ്പോ നമുക്ക് ഇതൊക്കെ അതെ അടുത്ത പണിയിലേക്ക് കൂടെ കടക്കാം. അതെ, ജീവിച്ചു പോണ്ട ചേച്ചി. അപ്പൊ ഷെഫിന് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ വരാം. ഇനി അതെ അതെ എന്തായാലും അതെ അതെ ചേച്ചി ഷെഫ് ഉണ്ടാക്കി നോക്കിയ സംഭവം ഈ ഡ്രാഗൺ ഇങ്ങനെ ചിക്കൻ ഉണ്ടെന്ന്. കാണുമ്പോ തന്നെ കൊതിയാവുന്നു. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊള്ളാലോ അല്ലേ? സ്പെഷ്യൽ ഐറ്റം, സൂപ്പർ ഓക്കെ. സൂപ്പർ. അത് മാത്രം വിട്ടുപോയി. സാരമില്ല. ഓ ഇവിടെ ഇനി എന്ത് ടൈപ്പ് റൂമാ നമ്മൾ കാണാൻ പോണേ? ഇവിടെ നമുക്ക് റൂമല്ല, ഓ ആയുർവേദ സ്പായാണ്. ചെയ്യണ്ടേ? പിന്നെ വേണ്ടേ? ആഹാ, ആയുർവേദയോ അരോമയോ രണ്ടും ഏത് ഉണ്ട്? വേണേലും ആവാം. ഓ രണ്ടും ഉണ്ടല്ലോ, അരോമയുണ്ട് ആയുർവേദമുണ്ട്. അതെ, അതെ. ഓക്കേ, അല്പ സ്റ്റെപ്പൊക്കെ ഇറങ്ങണം എന്ന് മാത്രം. നല്ല സ്മെല്ല്. ഹായ്, ഹലോ, നമസ്കാരം. നിങ്ങൾ ഇവിടെ ഒരാളാണോ ഉള്ളേ? അതെ അതെ ആണോ? ഒരു ലേഡി തെറാപ്പിസ്റ്റും ഒരു മെയിലും ഉണ്ടോ? ഓ ഓക്കെ. ഇതൊരു റൂമാ? അതെ ഇതൊരു റൂം. ഏതിലും അരോമ ആയുർവേദ ചെയ്യുകയാണെങ്കിലും ചെയ്യും. ആണോ? ഇതെന്താ അപ്പൊ ഈ റൂം? അത് സ്റ്റോറാ. ഓക്കെ. അപ്പൊ അരോമയാണേലും ആയുർവേദ ആണേലും കുട്ടി തന്നെയാണോ ചെയ്യുന്നത്? പേര് സെബ. സെബ. അപ്പൊ സെബയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. ഓ ഇത് ആയുർവേദം, ഇത് ധാരയൊക്കെ ചെയ്യാനും ചെയ്യാനായിട്ട്. സംതിങ് സ്പെഷ്യൽ, ശരിക്കും സ്പെഷ്യൽ ആക്കി തന്നത് ഈ പ്രാവശ്യം നമുക്ക് പാർക്കാട് നേച്ചർ റിസോർട്ട് തന്നെയാണ്. അപ്പോ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇനിയും സീസൺ വരുമ്പോ ഒരുപാട് ക്ലയൻസിന് വേണ്ടിയിട്ട്, കൂടുതൽ ക്ലയൻസിന് വരാൻ വേണ്ടിയിട്ടുള്ള, നമ്മളിപ്പോ കണ്ടല്ലോ ഒരുപാട് ഇവരുടെ പണികളും റിനോവേഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ പാർക്കാട് റിസോർട്ട് ഇന്നെ ഒരു 1 month 1.5 months നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വെൽക്കമിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് പോയിട്ട് വീണ്ടും സീസൺ ടൈമിൽ വരാം. അപ്പൊ താങ്ക് യു. നമ്മള് ഈ ഒരു ഡെസേർട്ടോട് കൂടി ഞങ്ങൾ ഇത് ഫിനിഷ് ചെയ്യട്ടെ. നമുക്ക് സംതിങ് സ്പെഷ്യൽ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.